നമസ്കാരം. ഭാരതീയയിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീരാമണ്ടെ. ഓണാശംസകൾ. നമസ്തേ രാജേഷ്. നമസ്തേ. ഓണാശംസകൾ. ഓണം കൊഴുക്കുകയാണല്ലേ? തിരുവനന്തപുരത്തൊക്കെ ഓണം പലതരത്തിലെ ഓണമാണ്. വീട്ടിലെ ഓണം, റെസിഡൻസ് ഓണം, പിന്നെ പോലീസ് ഓണം, ഇടി ആക്രമിച്ചുകൊണ്ട് ഓണം, ഊഞ്ഞാലാടിയ ഓണം, അങ്ങനെ പലവിധ വിവാദങ്ങൾ, വാർത്തകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പാണ് ശനിയാഴ്ച ജാമ്യ വ്യവസ്ഥ പ്രകാരം ഇടി ആക്രമണ കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ ചെന്നപ്പോൾ അവിടെ അന്ന് അതിന് തൊട്ടടുത്ത ദിവസം അവിടുത്തെ അന്നത്തെ SHO റിലീവ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് പ്രശാന്ത്. നല്ലൊരു ഓഫീസറായിരുന്നു. ഈ കേസ് അന്വേഷിച്ചത് തുടക്കം മുതൽ പ്രശാന്ത് ആയിരുന്നു. അങ്ങനെ പ്രശാന്തിന്റെ SHO എന്നുള്ള ആ പോലീസ് സ്റ്റേഷനിലെ അവസാനത്തെ ഓണാഘോഷം. അങ്ങനെ പ്രതികൾ പുറത്തിരുന്ന് ഊഞ്ഞാലാടി. അവർ തന്നെ റീൽസ് എടുത്തു, അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അങ്ങനെ അത് മാധ്യമങ്ങളുടെ കയ്യിൽ കിട്ടി. അവരിത് വലിയ വാർത്തയായി, എല്ലാ ചാനലുകളും വാർത്തയായി. കാരണം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. ഇടി ആക്രമണ കേസിലെ പ്രതികളെ ഊഞ്ഞാലാട്ടി കേരള പോലീസ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു ചേതോൽക്കാരം. കാരണം ഒരു ചെറിയ ഒരു കേസിലെ പ്രതിയായാൽ പോലും, ഒരു തല്ലി കേസോ കുത്തുകേസിലെ പ്രതിയായാൽ പോലും സ്റ്റേഷന്റെ അടുത്തേക്ക് പോലും, അതോ ഒപ്പിടാൻ വന്നാൽ ഒപ്പിട്ട് അതുവഴി തിരിച്ചു പോകുന്ന ഒരു ഇതാണ്. ഇത് പക്ഷേ പ്രതികളെയൊക്കെ വിളിച്ച് കളർഫുൾ ഓണം നൽകിയ, അത് പുതിയ രമേശ് ചെന്നിത്തല, പിണറായി പോലീസിൽ നിന്നും രമേശ് ചെന്നിത്തല പോലീസിലേക്ക് ഇവർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അങ്ങനെ വന്ന ഒരു ജനമൈത്രി പോലീസ് സംവിധാനത്തിന്റെ തുടക്കമാണ് ഈ മൈ പോലീസ് എന്നൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പദ്ധതി. അങ്ങനെ ആ പദ്ധതിയുടെ അത് പ്രകാരം വല്ലതാണോ ഇത്തരത്തിലൊരു ഈ പ്രതികളെയൊക്കെ ഒരുമിച്ച് നിർത്തിയുള്ള ഒരു ഓണ ആഘോഷിക്കൽ പോലീസിന്റെ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പോലീസ് സഖാവ് മറ്റൊരു സഖാവിന് കൊടുത്ത രാജകീയമായ ഒരു സ്വീകരണമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് എന്റർടൈൻ ചെയ്യാനുള്ള പോലീസ് സഖാവിന്റെ നീക്കമായിരുന്നു ഈ ഓണാഘോഷത്തിന് പിന്നിലെന്ന് തന്നെയാണ്. കാരണം ED ആക്രമണ കേസ് ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, ED ആക്രമണ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ സമയത്ത് അവിടെ എത്താനോ ഒരു അക്രമത്തെ തടയാനോ ഉള്ള ഒരു നീക്കവും മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷനാണോ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ നമുക്ക് സംശയം തോന്നും. അവിടുത്തെ പോലീസുകാരെല്ലാം തന്നെ അവർ രാഷ്ട്രീയക്കാരുമായി അടുത്ത് ബന്ധമുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ശരിക്കും ഒരു സ്വാഭാവികമായ ഒരു പരാതിയുമായി ഒരു സാധാരണക്കാരൻ ചെന്നാൽ അവിടെ ആരും മൈൻഡ് ചെയ്യില്ല. എനിക്ക് തന്നെ അനുഭവമുണ്ട്. പല പരാതികളുമായി ചെല്ലുമ്പോഴും അവർ വർത്താനം പറയുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും പോലീസുകാരികളും പോലീസുകാരന്മാരും ഒക്കെ അവരെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കും. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നു, ശരി ശരി എന്ന് പറയുന്നു, വരച്ചു വിടുന്നു, അതിൽ നടപടി ഉണ്ടാവില്ല. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പലവട്ടം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരും മ്യൂസിയം പോലീസ് സ്റ്റേഷനും തമ്മിൽ തന്നെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായ സംഭവങ്ങൾ തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷൻ വിരോധിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. വർഷം ഞാൻ ഓർക്കുന്നില്ല, 2013, 2014 തോന്നുന്നത്. ഇന്ന് ജലത്തിലുള്ള വിനീഷ്, എന്ന് കേരള വിഷനിലായിരുന്നു. വിനീഷിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, വിനീഷിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ആരാണ് IP ബിനു എന്നതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഈ സഖാക്കളുടെ പ്രിയങ്കരനാണ് IP ബിനു. പോലീസുകാരുടെ വലിയ അടുത്ത സുഹൃത്താണ്. CPM-ന്റെ വിവാദ നായകനാണ്. ഇപ്പോ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഊഞ്ഞാലാട്ടം വരെ നടത്തിയ, അതായത് പോലീസുകാര് ഏത് ഡ്രസ്സാണ് ഉപയോഗിച്ചത് ആ ഡ്രസ് കോഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ED ആക്രമണ കേസിലെ പ്രതി ജാമ്യം കിട്ടി അവിടെ വന്ന് ഒപ്പിടാൻ വന്നപ്പോൾ അതേ ഉടുപ്പുമായി, പോലീസുകാർ ഇട്ടിരുന്ന അതേ ഉടുപ്പുമായി അവിടെ ഊഞ്ഞാലാടിയ ആളാണ് IP ബിനു. അപ്പൊ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ഇടത് സംഘടനാ നേതാവാണ് അവിടുത്തെ SI SHO എന്നുള്ളത്, അവിടുത്തെ CI എന്നുള്ളത് അറിയാത്ത കാര്യമില്ല. ഇപ്പൊ അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പോലീസുകാർ ഉപയോഗിച്ച അതേ തരത്തിലുള്ള ഡ്രസ് കോഡ് ഈ IP ബിനുവിന് വന്നത് എന്നതിനെ സംബന്ധിച്ച് പോലും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇവര് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് IP ബിനുവിന് കൂടി ഡ്രസ്സ് എടുത്തു എന്നും ഒരു കോൺസ്റ്റബിൾ ഇത് കൈമാറി, ഒരു അവിടെ നിന്ന് ഒരു പോലീസുകാരൻ കൈമാറി എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ, അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. ഏതായാലും ആരാണ് ഈ IP ബിനു എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ IP ബിനുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ പാളയത്തെ ലോക്കൽ സെക്രട്ടറിയാണ് IP ബിനു. ഇതിനു മുമ്പ് IP ബിനു ആരാണെന്ന് ചോദിച്ചാൽ ED ആക്രമണ കേസിലെ പ്രതി, അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും ആരോപണ വിധേയനായിട്ടുള്ള ഒരു വിവാദ നായകൻ. നമുക്കറിയാം, BJP ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അന്ന് കുമ്മനത്തെ BJP ഓഫീസ് ആക്രമിച്ച് കുമ്മനത്തെ അപായപ്പെടുത്താൻ ശ്രമം നടത്തിയ ആളാണ്. പാർട്ടി കോട്ടയെ കുന്നുകുഴിയിൽ കഴിഞ്ഞ തവണ തോൽക്കുകയും ചെയ്ത ആളാണ്. നേരത്തെ ഒരു പ്രാവശ്യം കൗൺസിലർ ആയിരുന്നു. ED-യെ ചീമുട്ട എറിയുകയും ED ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ്.
സഖാക്കളുടെ പ്രിയങ്കരനൊക്കെ ആണെങ്കിലും ഇങ്ങനെ നിരവധി കേസുകളിൽ നിരവധി തവണ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്കൂളിന്റെ മുറ്റത്ത് ആ ചെറുപ്പകാലം മുതലേ തന്നെ സംസ്കൃത കോളേജിന്റെ, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംസ്കൃത കോളേജിൽ രാഷ്ട്രീയം വളർത്താനായി സംസ്കൃത കോളേജിലേക്ക് വന്നിട്ടുള്ള ആളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും അടുത്ത, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. തിരുവനന്തപുരത്തെ ഏതാണ്ട് തിരുവനന്തപുരത്തെ തെരുവുകളിലെല്ലാം അപ്രമാദത്തിൽ സൃഷ്ടിച്ച നേതാവാണ്. CPM-ന്റെ ആ അവസരങ്ങൾ, അതായത് CPM-ന്റെ ഭരണം മുതലാക്കി ആ ഭരണത്തിന്റെ തണലിൽ അവിടെ കളിച്ചു വളർന്ന ഒരാളാണ് IP ബിനു എന്ന് നമുക്കറിയാം. നേരെ മറിച്ച് ആലോചിച്ച് നോക്കൂ, രണ്ട് നീതിയല്ലേ? IP ബിനുവിനെ പോലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ, ED വരെ ആക്രമിച്ച ഒരാളെ, ED കേസിൽ വരെ പ്രതിയായിട്ടുള്ള ഒരാളെ പോലീസ് സ്റ്റേഷനിൽ ഊഞ്ഞാലാട്ടുമ്പോൾ ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് കൗൺസിലറായ ഒരാൾ അസുഖം ബാധിച്ച് അയാളുടെ വീട്ടിൽ വിശ്രമത്തിലായിരിക്കുമ്പോൾ ആകാശത്തേക്ക് വെടിവെക്കുകയും ഗുണ്ട ആക്ട് ചുമത്തി, കാപ്പ ആക്ട് ചുമത്തി ജയിലിലാക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ്. അപ്പോ രണ്ട് നീതിയാണ് CPM-നും കോൺഗ്രസിനും ഉള്ളത്. ഇവിടെ നോക്കൂ, CPM-ന്റെ കാലത്ത് പടർന്നു പന്തലിച്ച് വളർന്നു വന്ന ഒരു ആൾ എന്ന രീതിയിൽ IP ബിനുവിനെ കോൺഗ്രസും പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ കാലത്തല്ലേ ഇത്തരത്തിലുള്ള ഊഞ്ഞാലാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമ്മൾ കണ്ടതാണ് പാളയം ലോക്കൽ സെക്രട്ടറി എന്ന പദവിയിൽ അന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ സഖാക്കന്മാരുടെ എല്ലാം സ്വന്തക്കാരനാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യങ്ങളിലും എന്തിനും മുതിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ IP ബിനുവിനെ CPM ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് നമുക്കറിയാം. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ ഈ IP ബിനുവിന്റെ വളരെ അടുത്ത ആളാണെന്ന് നമുക്കറിയാം. കേരളത്തിലെ CPM സംഘടനയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ലോക്കൽ സെക്രട്ടറിമാരിൽ ഒരാളുമാണ് IP ബിനു. പാർട്ടിക്കുള്ളിൽ തന്നെ IP ബിനുവിന് എതിരാളികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും IP ബിനുവിന് മാധ്യമങ്ങളോടുള്ള സ്വാധീനവും ഒക്കെ ഉള്ളതുകൊണ്ട് IP ബിനു ഇങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും താഴെത്തട്ടിലുള്ള പോലീസുകാരുമായും ഉദ്യോഗസ്ഥന്മാരുമായൊക്കെ വലിയ ബന്ധം അത് ഭരണപക്ഷം ഇരുന്ന സമയത്ത് CPM ഭരണപക്ഷമായിരുന്ന കാലത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും IP ബിനുവിനെ പോലീസ് പോലും തൊടാൻ മടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ ED ആക്രമണം നടക്കുമ്പോൾ IP ബിനുവാണ് അവിടെ ആദ്യം എത്തിച്ചേർന്നത്. IP ബിനുവാണ് ബാക്കിയുള്ളവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ED ആക്രമിക്കാനുള്ള കോപ്പ് കൂട്ടിയത്. അപ്പൊ IP ബിനുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. ഒരു കേസും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന ഉറപ്പിൽ തന്നെയായിരുന്നു ഈ നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ വിഷ്വലുകൾ പുറത്തു വന്നതും വലിയ രീതിയിൽ IP ബിനുവിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ വിഷ്വലുകൾ പുറത്തു വരികയും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ മാത്രമാണ് IP ബിനുവിനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും മുതിർന്നത്. നമുക്കറിയാം, പാളയത്തെ ഓഫീസിലേക്ക് കയറാൻ സമ്മതിക്കാതെ പോലീസുകാർ അവിടെ പോയി നിന്ന് വലിയ രീതിയിൽ യാചിച്ചാണ് അവിടെ പ്രതികളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ പ്രതികളെ ഒന്ന് സറണ്ടർ ചെയ്യിപ്പിക്കാനുള്ള നീക്കം നടത്തിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. കേരള പോലീസിന്റെ ഗതികേട് എന്താണെന്ന് നമ്മൾ അക്കാലത്ത് കണ്ടതാണ്. ഏതായാലും IP ബിനുവിന്റെ ഒരു കരിയർ തന്നെ പരിശോധിച്ചാൽ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. അതുപോലെ അങ്ങനെയാണ് ബിനു ഈ വാർത്തകളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷുമായി പുലർത്തുന്ന അടുത്ത ചങ്ങാതം, ആത്മബന്ധം, ആ ചങ്ങാത്തവും ആത്മബന്ധവും ഒക്കെ വലിയ രീതിയിൽ IP ബിനുവിനെ ശക്തരാക്കിയിരുന്നു പാർട്ടിയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അധികാരത്തിന്റെയും സംഘടനാ മികവിന്റെയും കാര്യത്തിൽ ആ സംഘടനാ മികവ് എന്ന് പറയുമ്പോൾ CPM പറയുന്ന എന്തും ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ സംഘടനാ മികവിന്റെ ഗണത്തിൽപ്പെടുത്തുന്ന ഒരാളാണ്. എടുത്തുചാട്ടം, അതായത് എന്തും ചെയ്യും, അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ED ആക്രമിക്കാൻ കോപ്പ് കൂട്ടിയത്. ഒടുവിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയ ED ആ സംഘത്തിന് തിരുവനന്തപുരത്ത് നടന്ന അക്രമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനും സൂത്രധാരനും വില്ലനും ഒക്കെ IP ബിനു ആയിരുന്നു നമുക്കറിയാം. ED ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങൾ തടയാനും ചീമുട്ടേറിയാനും നേതാക്കൾക്ക് ആവേശം പകർന്നത് ബിനു ആയിരുന്നു. അതോടെ വധശ്രമം, കലാപശ്രമം, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ആ വകുപ്പുകൾ ചുമത്താതെ മാർഗമില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ പലപ്പോഴും ഇത്തരത്തിലുള്ള നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ വിവാദങ്ങളുടെ കേന്ദ്രവുമായി നിന്നിട്ടുള്ളത് IP ബിനു ആണെന്ന് നമുക്കറിയാം. അതായത് ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ നമുക്ക് വലിയ സഹായങ്ങൾ IP ബിനുവിന് അടക്കം ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഈ കേസ് ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്, അവിടേക്ക് പോലീസുകാരും വന്നിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് IP ബിനുവിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ 8 പോലീസുകാരെ അവിടെ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
IP ബിനുവിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നു. പോലീസുകാർ തന്നെയാണ് ഓണാഘോഷത്തിനായി ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് എന്ന് പറയുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ വരുന്നു. ഇപ്പോൾ ഒരു 7-8 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന പുതിയ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഒരു 8 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള എന്ന വാർത്ത വരുന്നു. ഏതായാലും IP ബിനുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ IP ബിനുവിനെ സുഗതന് കിട്ടുന്ന നീതിയല്ല IP ബിനുവിന് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാപ്പ കേസിൽ പോലും പ്രതി ചേർക്കപ്പെടേണ്ട സാഹചര്യമുള്ള IP ബിനുവിനെ പോലീസുകാർ ഊഞ്ഞാലാട്ടി രസിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയന്റെ കാലത്ത് നടന്നിരുന്നുവെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യമാണെന്ന് പറയായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കാലത്തും ബിനുവിന് ഊഞ്ഞാലാടാൻ കഴിയുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തരം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നമ്മൾ ഉയർത്തേണ്ടത്. ശ്രീല, കഴിഞ്ഞ ദിവസം ബിനുവിന്റെ ഒരു വിശദീകരണം വന്നിരുന്നു IP ബിനുവിന്റെ. അതായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വാങ്ങി നൽകിയാണ് തിരുവനന്തപുരത്തെ പോത്തീസ് വസ്ത്രശാലയിൽ നിന്നും വാങ്ങി നൽകിയ ഷർട്ടാണത്, അല്ലാതെ പോലീസുകാരൻ എനിക്ക് ഷർട്ട് വാങ്ങി തന്നിട്ടില്ല എന്ന് ബിനുവിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ സാമ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെ പോലീസുകാർ ഉപയോഗിച്ച ആ ഷർട്ടിന്റെ നിറവും IP ബിനു ഊഞ്ഞാലടിയിൽ ഉപയോഗിച്ചു, അതെ, എല്ലാം ഒരേ നിറമാണ്. അതാണ് പറ്റിപ്പോകുന്നത്. പക്ഷെ IP ബിനുവിന്റെ വിശദീകരണം തനിക്ക് വേറൊരു സുഹൃത്ത് വാങ്ങി സമ്മാനമായി ഓണസമ്മാനമായി നൽകിയ ബിനുവിന്റെ സുഹൃത്ത് പോലീസുകാരാണല്ലോ രാജേഷ്, അതി സംശയിക്കാനൊന്നുമില്ല. ബിനുവിന്റെ സുഹൃത്ത് അവിടുത്തെ പോലീസുകാരും SI-യും CI-യും ഒക്കെയാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇടത് സംഘടനാ നേതാവാണ് ആ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ SHO ആയിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആരാണ് സുഹൃത്ത് എന്നതിനെ സംബന്ധിച്ച് വേറെ പാഴൂർ പടിപ്പരയിൽ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഈ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതേ ഉടുപ്പെടുത്ത് തന്നെ നൽകിയ ആ മഹാത്മാവിന്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ആരായാലും IP ബിനുവിന്റെ സുഹൃത്ത് ആരായാലും മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എടുക്കുന്ന അതേ ഡ്രസ് കോഡ്, അതേ മുണ്ടും അതേ ഷർട്ടും ഒക്കെ തന്നെ എടുത്തു നൽകുന്ന ആ മഹാത്മാവിന്റെ മനസ്സ്, അതായത് അത് മനസ്സിലാക്കാതെ നമ്മൾ പോകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിശദീകരണങ്ങളൊക്കെ കള്ളമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 8 പേരെ ആരോപണ വിധേയരായ ചിലരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതിനുള്ള അവസരം ഒരുക്കി കൊടുത്ത ED ആക്രമണ കേസ് ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ രാഷ്ട്രീയ ബന്ധം, ഈ SHOയുടെ രാഷ്ട്രീയ ബന്ധം ചൂണ്ടിക്കാട്ടിയതാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം അറിയാവുന്നതാണ്. പക്ഷെ അപ്പോഴൊന്നും നടപടി എടുക്കാതെ ഇങ്ങനെ ഒരു നീക്കം നടത്തിയ ശേഷം ഇപ്പോൾ ഒരു 5-6 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യമുള്ളത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊരു ന്യായീകരണം IP ബിനുവും മറ്റ് ഉൾപ്പെടാവുന്ന പ്രതികൾ ഊഞ്ഞാലാടിയത് സ്റ്റേഷനകത്തല്ല, പുറത്താണ്. അതൊരു പൊതുസ്ഥലമാണ്, അവിടെ ആർക്കും വന്ന് ഊഞ്ഞാലാടാം എന്നൊക്കെ പറഞ്ഞ് CPM ഹാൻഡുകൾ ന്യായീകരണം പറയുന്നുണ്ട്. എങ്ങനെ വന്ന് നോക്കിയാലും പിണറായി പോലീസ് ഇതുവരെ ചെന്നിത്തല പോലീസായി മാറി. ഞാൻ മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്ന ഒരാളാ. അതിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു വണ്ടി പാർക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഒരല്പം വണ്ടി നീങ്ങിയിരുന്ന പോലീസുകാർ വന്ന് മാറ്റിവെക്കാൻ പറയും. അത് പൊതുസ്ഥലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടാണ്. പൊതുസ്ഥലമൊക്കെ ആയിരിക്കാം, പോലീസ് സ്റ്റേഷനും പൊതുസ്ഥലം തന്നെയാണ്. ഒരു ഓഫീസിന്റെ സ്ഥലമാണെങ്കിലും പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യേണ്ട, പൊതുജനങ്ങൾക്ക് എത്തേണ്ട സ്ഥലം തന്നെയാണ് പോലീസ് സ്റ്റേഷനും. അതിന്റെ മുമ്പിലൊന്നും ഒരു വാഹനം കൊണ്ടിടാനോ ഏതെങ്കിലും ഒരു വാഹനം അവിടെ ഒന്ന് വെച്ചിട്ട് പോയേ. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അവിടെ രാത്രി ഏതെങ്കിലും ഒരു വാഹനം ഇരുന്നാൽ ആ വാഹനം ഏതാണെന്ന് കണ്ട് വാഹന ഉടമയെ അവർ തേടിപ്പിടിക്കും. ആരാണ് എന്തിനാണ് വാഹനം വെച്ചേക്കുന്നതെന്ന് അറിയാൻ. രാവിലെ ഞാൻ പോകുന്ന മ്യൂസിയത്തിൽ സ്ഥിരം നടക്കാൻ പൊക്കൊണ്ടിരുന്ന ആളാ. അപ്പൊ ആ ന്യായീകരണം ഒന്നും നിലനിൽക്കുന്ന ന്യായീകരണമല്ല. പൊതുസ്ഥലത്ത് ആർക്കും എന്തും ചെയ്യാമോ? പോലീസുകാരിട്ട ഊഞ്ഞാൽ, പോലീസുകാർ ഇട്ട അത്തപ്പൂക്കളം, അതിന്റെ മുന്നിൽ നിന്ന് ഊഞ്ഞാലാടിയ ശേഷം ഇത് പൊതുസ്ഥലമാണ്, ഇവിടെ ഊഞ്ഞാലിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. അത് പോലീസുകാരുടെ അതേ വേഷമിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന പ്രതികൾ അവർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയ ശേഷം അതിനെ എങ്ങനെയാ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഈ പിണറായി പോലീസ് ഇതുവരെ ചെന്നിത്തല പോലീസിന് മാറിയില്ല എന്നല്ല ഈ സംഭവം ഈ വലിയ ഗുരുതരമായ വീഴ്ച വ്യക്തമാക്കുന്നു. ഈ വീഴ്ചയല്ല രാജേഷ്, അത് വീഴ്ചയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ED ആക്രമണ കേസിലെ അതിലെ സൂത്രധാരരെ ഇതുവരെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി പറഞ്ഞിട്ട് പോലും അതിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? ആരാണ് ഇതിന്റെ സൂത്രധാരൻ എന്നതിനെ കുറിച്ച് അന്വേഷണം പോയിട്ടുണ്ടോ? അന്ന് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തു. അതിൽ IP ബിനുവിനെ തന്നെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും പിടികിട്ടാനുള്ളവരുണ്ട്. IP ബിനുവിനെ തന്നെ അറസ്റ്റ് ചെയ്ത കാര്യം നമുക്കറിയാം. IP ബിനുവിന് സോഷ്യൽ മീഡിയ വല്ലാതെ ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയയുടെ കയ്യിൽ കൃത്യമായ വിഷ്വൽസ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് IP ബിനുവിനെ അറസ്റ്റ് ചെയ്തത്. ഇതിലെ ആരോപണ വിധേയരായിട്ടുള്ള പ്രശാന്ത് അടക്കം, MLA പ്രശാന്ത് അടക്കമുള്ളവർ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം എത്തിയത് പ്രശാന്താണ്, അതിനുശേഷമാണ് ഓരോരുത്തരും എത്തിയിട്ടുള്ള. IP ബിനു അടക്കം എത്തിയിട്ടുള്ള അതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒന്ന് പരാതി എടുക്കാൻ? ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് എല്ലാവരും വന്നിട്ടുണ്ട്.
അവരൊക്കെ വന്ന അവർക്ക് ആർക്കുമെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ആരാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ആരാണ് അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ആൾക്കാരെ അവിടേക്ക് എത്തിച്ചത്? എന്തുകൊണ്ടാണ് പോലീസ് അവിടെ എത്താതിരുന്നത്? ഇതെല്ലാം അന്വേഷിക്കേണ്ടതല്ലേ? അതൊന്നും അന്വേഷിക്കാതെ ഇപ്പോൾ 5-6 പേരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഇത്തരത്തിലുള്ള വാദഗതികൾ നിരത്തിയത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. ഇത് രമേശ് ചെന്നിത്തലയുടെ തന്നെ നിയന്ത്രണത്തോടു കൂടി രമേശ് ചെന്നിത്തല നടത്തുന്നു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഭരണത്തിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് വമ്പൻ പരാജയമാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഇടതുപക്ഷവും അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മൾ ദേവസ്വത്തിന്റെ ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമ്പോൾ കേസ് എങ്ങനെ നിന്നു പോകുന്നത്? കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നില്ലല്ലോ കേസ്. അതെന്താ എത്താത്തത്? അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇടതുപക്ഷവുമായി ചേർന്ന് ഇന്ത്യ മുന്നണി ഒരു ബ്ലോക്കായി തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇപ്പൊ പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചപ്പോ ഇടതുമുന്നണി പറയുന്നത് BJPയും കോൺഗ്രസും ഒത്തുകളിച്ചതുകൊണ്ടാണെന്ന്. BJPയും കോൺഗ്രസും കൂടെ ഒത്തുകളിച്ച കോടതിയിൽ നിന്ന് എങ്ങനെയാണ് കേസിൽ ജാമ്യം കിട്ടുക? കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കോടതി പറയുന്നുണ്ട് ഈ കുട്ടിയുടെ മൊഴിയിൽ 120-121 മാറ്റങ്ങൾ ഈ കുട്ടിയുടെ മൊഴിയിലുണ്ട്. കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകളാണ് കോടതിക്ക് പ്രധാനം. ആ കേസ് ഫാബ്രിക്കേറ്റ് ആണ്. 3 അന്വേഷണ സംഘം അന്വേഷിച്ചപ്പോഴും ഇല്ലാതിരുന്ന കേസ് 4ാമത് ഫ്രെയിം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരാൾ വിചാരിച്ചാൽ, പ്രത്യേകിച്ച് ആലോചിച്ച് നോക്കൂ, TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത രീതി ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ പോലീസിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാം. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ഈ കാണിച്ച ഗിമ്മിക്കെല്ലാം കാണിച്ചു. ആ കേസിൽ സത്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലുമുള്ള വകുപ്പില്ല. നേരെ മൊഴിയെടുത്ത് ആ മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി മൊഴിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. TG മോഹൻദാസിന് നോട്ടീസ് കൊടുത്തിട്ടില്ല. ഒരാളെ വീട്ടിൽ പോയി 74 വയസ്സുള്ള ഒരാളെ അർദ്ധരാത്രിയിൽ, അതും ഞായറാഴ്ച ദിവസം വീട്ടിൽ പോയി തേടി പിടിച്ച് കൊണ്ടുവന്ന് പിറ്റേ ദിവസം വൈകുന്നേരം വരെ കൊണ്ടു നടന്ന് വൈകുന്നേരം കോടതി ഹാജരാക്കുക. അതായിരുന്നു പ്രധാനമന്ത്രിയുടെ അമ്മയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രിയുടെ അച്ഛൻ ആരാണെന്നാ ചോദിച്ചത്. അത് അമ്മ കണ്ടുപിടിക്കട്ടെ, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുട്ടി ഉണ്ടായെന്നാ പറഞ്ഞു. എത്ര വൃത്തികെട്ട ഒരു പ്രസ്താവനയായിരുന്നു അത്. നടത്തിയ ജാൻമണിയെ എങ്ങനെയാണ് വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടു? എങ്ങനെയാണ് ഈ ഇരട്ട നീതി നടപ്പാക്കുക? യഥാർത്ഥത്തിൽ കേരളത്തിലെ വലതുപക്ഷ അനുഭാവികൾക്ക്, RSS BJP അനുഭാവികൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന അന്തരീക്ഷമാണ്. മിണ്ടിയാൽ കേസാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക. ഇടതുപക്ഷ എക്കോസിസ്റ്റം അങ്ങനെ അങ്ങ് ആയിരിക്കുകയാണ്. ആ ഇടതുപക്ഷ എക്കോസിസ്റ്റവും വലതുപക്ഷ എക്കോസിസ്റ്റവും ഇക്കാര്യത്തിൽ ഏകകണ്ഠമായി നിന്നുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയാണ് കാണുന്നത്. ഇവിടെ RSSകാരും BJPക്കാരും പൗരന്മാരല്ലേ? അവർക്കെതിരെ മാത്രം. ഇപ്പൊ സുഗതന് കിട്ടിയ പ്രശ്നം സുഗതനെ ട്രീറ്റ് ചെയ്ത പോലെയാണോ IP ബിനുവിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ പോലീസ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല എന്നാണ് കരുതേണ്ടത്. സുഗതനെതിരെ ഒരു കാപ്പ കേസ് സുഗതന്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു. സുഗതൻ കൊലപാതക കുറ്റം ചെയ്തിട്ടില്ല, അടിപിടി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചില കേസുകൾ ആ പ്രദേശത്തെ അന്നത്തെ അവിടുത്തെ MLA വെട്ടർക്കാവ് MLAയുടെ ചില താല്പര്യപ്രകാരം ചുമത്തിയ കേസുകൾ എന്നാണ് മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്ത. അപ്പൊ സുഗതനോട് ഒരു നീതി, മറ്റ് ED കേസിലെ പ്രതികളോട് മറ്റൊരു നീതി, അതാണ് രമേശ് ചെന്നിത്തലയുടെ രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം ഭൂഷണമാകും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിക്ക്. ഇതല്ല, പല കേസുകളായില്ലേ, പല വിഷയങ്ങളായില്ലേ, വീഴ്ചകൾ പറ്റുന്നു, മാപ്പ് പറയുന്നു, എന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കും. ഇതെല്ലാം തൂഫാനില്ല. ഇടതുപക്ഷ അധ്യാപകരെ അറസ്റ്റ് ചെയ്തതോടുകൂടി തൂഫാൻ ഒരു മെല്ലപ്പോക്ക് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ ഒരാഴ്ചയായി തൂഫാൻ ഇല്ലല്ലോ. എന്താ എവിടെ തൂഫാൻ ഇല്ലാത്ത? കാരണം ഈ സമയം പിന്നെ ഓണത്തിന്റെ സമയമാണ്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും പോലീസുകാരും ഒക്കെ കുറവുള്ള സമയം, ആരെങ്കിലും ഒക്കെ ലീവ് എടുക്കുന്ന സമയം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. ഈ സമയത്ത് തൂഫാൻ ഇല്ലല്ലോ. കഴിഞ്ഞ 1-1.5 ആഴ്ചയായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇടതുപക്ഷ സംഘടനയുടെ അധ്യാപകരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 അധ്യാപികമാരെ അറസ്റ്റ് ചെയ്ത ശേഷം ഒരു അണുവട മുന്നോട്ട് പോയിട്ടില്ല. അവർ പോലീസിന് മുന്നിൽ വരുമ്പോ പോലീസിനോട് പറയുകയാണ്, ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ആരാണ് ഈ പോലീസുകാർക്ക് കസ്റ്റഡിയിൽ കൊണ്ടുവരുന്ന ഇവരെ മാധ്യമങ്ങളോട് പോലീസുകാരുടെ മുന്നിൽ വെച്ചല്ലേ സംസാരിക്കുന്നത്? എങ്ങനെയാണ് അവരെ സംസാരിപ്പിക്കുക? അവർക്ക് മാത്രം എങ്ങനെയാണ് ഈ നീതി കിട്ടുക? ബാക്കിയുള്ളവരെ എല്ലാം തള്ളി മാറ്റിക്കൊണ്ട് പോകുന്നു. ഇവരെ ആരും തള്ളി മാറ്റുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. കൂടുതൽ അധ്യാപകർ പെടാതിരിക്കാനുള്ള കരുതലാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്. നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല, കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണത്. കാരണം ഒരു ഭാഗത്ത് VD സതീശനും KC വേണുഗോപാലും ഒരുപോലെ മന്ത്രിസഭയിൽ പിടിമുറുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പക്ഷം പിടിക്കാൻ മന്ത്രിമാരോ അണികളോ ഒക്കെ വളരെ തുലവും കുറവാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഒരു സേഫ്റ്റി മെഷർ എന്ന രീതിയിൽ ഇങ്ങനെ CPM-നെ അധികം പിണക്കാതെ. അതുകൊണ്ടല്ലേ CPM VD സതീശനെ വിമർശിക്കുന്ന ആ രൂക്ഷ ഭാഷയിൽ ആഭ്യന്തരമന്ത്രിയെ വിമർശിക്കുന്നില്ല. അപ്പോൾ ഈ കേരളത്തിന്റെ ഈ പോക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു രാഷ്ട്രീയം CPM-ഉം
കോൺഗ്രസും തമ്മിൽ ചേർന്നുകൊണ്ട് ഇത്തരം കേസുകൾ വരുമ്പോൾ ഒരു ഒത്തുതീർപ്പ് പൊളിറ്റിക്സ് അത് എല്ലാ തവണയും തീർച്ചയായും അതെ. കടകംപള്ളിയിലേക്ക് ഉള്ളതാണ്. അന്വേഷണം, ശബരിമലയിലെ അന്വേഷണം കടകംപള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിന്നുപോയതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണെന്നാണ്. ഇന്ത്യ മുന്നണി തന്നെയാണ് ഇപ്പോഴും ആഭ്യന്തരം ഭരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇന്ത്യ മുന്നണിയുടെ, കോൺഗ്രസിന്റേതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം വി ഡി സതീശനും വേണുഗോപാലും ഒക്കെ വേറെ ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇപ്പോ അദ്ദേഹം മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് ഇന്ത്യ മുന്നണിയുടെ ആഭ്യന്തര മന്ത്രിയാകാനാണ് ശ്രമിക്കുന്നത്. അതൊരിക്കലും ഭൂഷണമല്ല. IP ബിനുവിനോടും സുഗതനോടും രണ്ട് നീതിയാണ്, ഇരട്ട നീതിയാണ് കാണിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമസ്കാരം. ഇനി ഓണം കഴിഞ്ഞിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ED ആക്രമണ കേസിലും മറ്റും. നമസ്കാരം.